എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. നോമ്പിൻ്റെ ഈ സുന്ദരമായ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് വിശുദ്ധ കുർബാന മധ്യം നമ്മൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം ഒരു തർക്കത്തെക്കുറിച്ചുള്ള ഭാഗമാണ്. സ്ലിഹന്മാരെ വലിയൊരു തർക്കത്തിൽ ഏർപ്പെടുകയാണ്. വിഷയം വേറൊന്നുമല്ല, തങ്ങളിൽ ആരാണ് വലിയവൻ. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശിഷ്യന്മാർക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട. ഈ സുവിശേഷ ഭാഗത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ആദ്യം ഉണ്ടാകുന്ന പ്രലോഭനങ്ങളിൽ ഒന്നാണ് ഈ വലിയവനാകാനുള്ള ആഗ്രഹം. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു, നന്നായിട്ട് പ്രാർത്ഥിച്ച് ആത്മീയ കൃത്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്നു, വിശുദ്ധ കുർബാനയിലെ പങ്കുകൊള്ളാൻ തുടങ്ങുന്നു, ജപമാലകൾ കൃത്യമായിട്ട് ചെല്ലാൻ തുടങ്ങുന്നു, ബൈബിൾ വായിക്കാൻ തുടങ്ങുന്നു. പഴയ ജീവിത രീതിയിൽ നിന്ന് ഒരല്പം വ്യത്യാസമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു തുടങ്ങുന്നു. ആദ്യം നമുക്ക് തോന്നുന്ന ഒരു ചിന്തയുണ്ട്, ഞാൻ കുറച്ചും കൂടി ബെറ്ററായി, കഴിഞ്ഞ നാടുകളിൽ ഉണ്ടായിരുന്ന എന്നേക്കാളും കുറച്ചും കൂടി ബെറ്ററായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഈ ചിന്ത നീളുന്നത് മറ്റുള്ള വ്യക്തികളുമായിട്ട് ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ അവനേക്കാളും ബെറ്ററാണ്, ഞാൻ കുറച്ചും കൂടി വലിയവനാണ് എന്നൊരു ചിന്ത എനിക്ക് തോന്നാണ്. മറ്റുള്ളവരൊക്കെ പാപികളും ഞാനൊരു പുണ്യവാനും ഒരു പരിവേഷണം എവിടെയൊക്കെ ഉണ്ടാവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പ്രലോഭനത്തെ ജയിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ക്രിസ്തു കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവർ ശുശ്രൂഷകനാവണോ എന്നുള്ളത്. ഇത് പറയുക മാത്രമല്ല, ക്രിസ്തുവിന്റെ ജീവിത രീതി അങ്ങനെയായിരുന്നു. കാരണം ഇത്രയും ദൈവത്തിന്റെ പുത്രൻ എന്നൊക്കെ പറയുമ്പോഴും അവൻ കടന്നു വന്ന വഴികളെ ഒന്ന്, വഴിത്താരകളെ ഒന്ന് ശരിക്കും ഒന്ന് ധ്യാനിച്ചു നോക്കി. പുൽക്കൂട് തൊട്ട് ആ കാൽവരി കുരിശ് വരെ എവിടെയെങ്കിലും പറയാൻ മാത്രമുള്ള ഏതെങ്കിലും വലിയ കാര്യങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടോ? അവൻ നടന്നു നീങ്ങിയ വഴികളെ കുറിച്ചൊക്കെ കൃത്യം പഠിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് ദൂരം മാത്രം സഞ്ചരിച്ചൊരു മനുഷ്യൻ. പക്ഷെ അവന്റെ ജീവിതത്തിലൂടെ അവൻ കാണിച്ച വഴികളോ വലിപ്പത്തിന്റെ, ജീവിതത്തിന്റെ, സ്നേഹത്തിന്റെ വഴികൾ തന്നെയാണ്. ഈ ഒരു ദിവസം ശരിക്കും ധ്യാനിക്കേണ്ടത് ഇതാണ്. ഞാൻ മറ്റുള്ളവരെക്കാളും ബെറ്ററാണ് എന്ന് ചിന്തിക്കുന്ന തോന്നലുകൾ എനിക്കുണ്ടോ? ഞാൻ മറ്റാരെയെങ്കിലും മോശക്കാരനായി വിധി നിർണയം നടത്തിയിട്ടുണ്ടോ? ജീവിതത്തിൽ, ഹൃദയത്തിൽ ഒരു തർക്കം ഞാൻ രൂപപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ മാറ്റേണ്ട ദിവസമാണ്. നമുക്ക് എല്ലാം മാറ്റിയിട്ട് ക്രിസ്തു പറയുന്നത് പോലെ എളിമയോടെ ജീവിക്കാം. കവി പാടിയ ആ വാക്യമില്ലേ, താണനിലത്തെ നീരോടും അവിടെ ദൈവം തുണ ചെയ്യും. ഈ ഒരു ബോധ്യത്തിലേക്ക് വന്നിട്ട് നമ്മൾ എത്രമാത്രം ഉന്നതരാണോ അത്രമാത്രം എളിമയുള്ളവരായി ജീവിക്കാൻ കഴിയട്ടെ. ദൈവം തന്ന പുണ്യങ്ങൾക്ക് നന്ദി പറയാം. വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ പറ്റുന്നെങ്കിൽ, ജപമാലകൾ ചെല്ലാൻ പറ്റുന്നെങ്കിൽ, നമുക്ക് വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, പാപത്തിൽ വീഴാതെ നിർമ്മലതയോടെ ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതൊക്കെ തമ്പുരാനെ നീ തന്നതാണ്. നീ എന്നെ ഏൽപ്പിച്ചത് ചെയ്തതേ ഉള്ളൂ. ഈ ദാസൻ ആ കടമകൾ നിർവഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ ഉപയോഗശൂന്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ വിലയം പ്രാപിക്കാൻ കഴിയട്ടെ. അതിന് ഈ ഒരു ദിവസം നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.